പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെ നടന്നു? എല്ലാവരുടെയും ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രം നടന്നിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഒരു ഒന്നാന്തരം കോൾഡും ചെറിയൊരു പനി, പിന്നെ ഇത്തിരി ചുമ, തൊണ്ടവേദന, അങ്ങനെയുള്ള വില്ലന്മാരെല്ലാം കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, എപ്പോഴാണ് എനിക്ക് വരണേ. അങ്ങനെ എനിക്ക് ഇന്നലെ രാത്രിയിൽ എല്ലാം കൂടെയൊക്കെ പിടിപെട്ടു. പക്ഷേ എന്നാലും ഇവിടെ വന്നിങ്ങനെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും പണ്ട് തൊട്ടേ ഫോൺ കോൾസ് ഉള്ള പരിപാടി ഇഷ്ടമാണ്. എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് മറക്കും. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്വർണ്ണം കൂടെ കൊടുക്കാൻ പറ്റിയാൽ അടിപൊളി. ഇതുപോലെ ഇന്നിപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ സ്വർണ്ണമാണ്. നമ്മളിങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അസുഖമൊക്കെ അങ്ങ് പോവും. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് സെയിം എക്സാക്ട് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ്. പലപ്പോഴും അങ്ങനെ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. സെയിം ഷെയ്ഡ് അല്ലാതെ ഒരു വേറൊരു ഷെയ്ഡ് വരുന്നത്. ഇപ്പോൾ സ്ലൈറ്റ്ലി ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു നെക്ലസും അതിൻ്റെ തന്നെ ഒരു കമ്മലുമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പോത്തീസിൻ്റെ വിക്ടോറിയ കളക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നെക്ലസും കമ്മലുമാണ്. വള അതുപോലെ തന്നെ വിക്ടോറിയ കളക്ഷൻ്റെ വളയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഗോൾഡ് ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾഡാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ആ മഞ്ഞ തിളങ്ങി നിൽക്കുന്ന ഒരു ഗോൾഡ് അല്ല, ഇറ്റ്സ് ലിറ്റിൽ ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഇതിന് വിക്ടോറിയ കളക്ഷൻ എന്ന് പറയാം. മോതിരം വിക്ടോറിയ കളക്ഷൻ അല്ല, ബ്യൂട്ടിഫുൾ ആയ ഒരു ഡയമണ്ട് ആൻഡ് സ്റ്റോൺസിൻ്റെ ഒരു മോതിരാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ തുമ്മി ഇവിടെ വന്നതാണ്. പക്ഷേ ഇതെല്ലാം ഇട്ട് അങ്ങോട്ട് റെഡി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ആ ഒരു എനർജിയൊക്കെ ഇങ്ങനെ തിരിച്ചു വന്നു. പോത്തീസ് സ്വർണ്ണമഹൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ആയുർവേദ കോളേജിൻ്റെ റോഡ്, MG റോഡ്, ആ ഭാഗത്താണുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓഫറാണ്, കാരണം ഇനി വരാൻ പോകുന്നത് ചിങ്ങമാസമാണ്. അപ്പോൾ ചിങ്ങമാസം വന്ന് ചേർന്നാൽ അല്ല, എല്ലാവരും താലി കെട്ടാൻ നോക്കിയിരിക്കുന്ന മാസമാണ് ചിങ്ങമാസം. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വർണം റേറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുറഞ്ഞു നിൽക്കുന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റ് നമുക്ക് പവന് 1000 രൂപ മാത്രം കൊടുത്ത്, ഒരു പവന് 1000 രൂപ കൊടുത്ത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റേറ്റ് കൂടുമോ, സ്വർണ്ണത്തിൻ്റെ വില കൂടുമോ എന്നുള്ള ടെൻഷനേ വേണ്ട. കുറയുമെന്നൊന്ന് പ്രതീക്ഷിക്കാം, കാരണം കുറഞ്ഞാൽ ആ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ചിങ്ങമാസത്തിൽ സ്വർണ്ണം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു വമ്പൻ ഓഫറാണ്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അപ്പോൾ പോത്തീസ് സ്വർണ്ണമഹൽ എല്ലാവരും ഒന്ന് പോയി കാണുക. ഓക്കെ, ശരി. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ നമുക്ക് കോൾസ് വഴി മാത്രമല്ല വാട്സാപ്പിലൂടെ പങ്കെടുക്കാൻ അറിയാലോ. 12:45 വരെയാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നത്. വാട്സാപ്പ് അയക്കേണ്ട നമ്പർ ഇതാണ്: 8086011443. 8086011443. ഒത്തിരി പെട്ടെന്നായി പോയോ? 8086011443. ക്ലിയർ അല്ലേ? അതിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും ഏത് നമ്പറിലാണോ സ്വർണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ നമ്പറും കൂടെ മെസ്സേജ് ചെയ്യാം. 12:45 വരെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതിന് ശേഷം ഞങ്ങൾ മെസ്സേജസ് എല്ലാം എടുത്ത് നോക്കും. ഓക്കെ, അപ്പോൾ ആദ്യം കോൾസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ടെലിവിഷന്റെ വോളിയം കുറയ്ക്കാമോ? പേര് ഗിരിജ. ടെലിവിഷന്റെ വോളിയം കുറച്ചോ? എന്തൊക്കെയുണ്ട് ഗിരിജ വിശേഷങ്ങൾ? സുഖാണ്. എവിടുന്നാ വിളിക്കണേ? പാലക്കാട് നിന്നാണ്. ഓക്കെ, ശരി. എങ്ങനെയാണ് പാലക്കാട്? മഴയാണോ ചൂടാണോ എന്താണ്? മഴ ഇപ്പോ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ശരി, അപ്പൊ എന്നാ ഗിരിജ നമ്പർ പറഞ്ഞോളൂ, നമുക്ക് ഭാഗ്യ പരീക്ഷണം ആരംഭിക്കാം. പറഞ്ഞോളൂ. ഓക്കെ മാം, 16. 16 പാലക്കാട് നിന്ന് വിളിക്കണം നമ്മുടെ ഗിരിജ പറയണത്. ഗിരിജ എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ? വീട്ടിൽ സ്റ്റിച്ച് ചെയ്യണം.
അത് ശരി. ഓ, സ്റ്റിച്ചിങ് ആണ്. ഓക്കെ, ശരി. അതെ 16 പറഞ്ഞേ? അതെ 16. ഓക്കെ, ഞാൻ തുറക്കാൻ പോകുന്നു. ഗിരിജ നോക്കിക്കോളൂ. അയ്യോ, ഗിരിജ സ്വർണ്ണ ഇല്ല. അയ്യോ ഓ, എന്ത് കഷ്ടം. എപ്പോ തൊട്ട് ട്രൈ ശരി. ഓക്കെ, താങ്ക് യു. സാരില്ല ഗിരിജ, വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് ഗിരിജയാണ്, പാലക്കാട് നിന്നും. എന്തായാലും ഗിരിജ പറഞ്ഞത് 16 എന്ന നമ്പറാണ് കേട്ടോ. അപ്പോൾ 16 എന്ന നമ്പറിൽ സ്വർണ്ണ ഇരിപ്പില്ല. ഗിരിജ തയ്ക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊരു ചെറിയ കഥ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ഭയങ്കര മടിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഈ ചുരിദാർ, സാരിയുടെ ബ്ലൗസ് ഇതൊക്കെ തയ്പ്പിക്കുന്നത് ഭയങ്കര പാടാണ്. റെഡിമെയ്ഡ് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. നേരെ പോവുക, നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയി നേരെ കടയിൽ നിന്ന് ഷെൽഫിൽ നിന്ന് അതേപോലെ മേടിച്ചിടുന്ന ആളാണ് ഞാൻ. ബ്ലൗസ് റെഡിമെയ്ഡ് കിട്ടി തുടങ്ങിയപ്പോൾ അതുപോലെ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. നേരെ പോത്തീസിലേക്ക് ചെല്ലുന്നു, റെഡിമെയ്ഡ് ബ്ലൗസ് എടുക്കുന്നു, വരുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ രീതി. പക്ഷേ ഈ ചുരിദാർ ഞാൻ സ്റ്റിച്ച് ചെയ്തിടുന്ന ചുരിദാറാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തൊരു ചുരിദാർ ഇടുമ്പോൾ അതിന് പ്രത്യേക സുഖവും ഒരു എലഗൻസുമാണ്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഗിരിജ. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം കേട്ടോ. ഹലോ ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രവീൻ. പ്രവീൺ. രവീൻ. രവീൻ. എവിടെയാണ് വിളിക്കുന്നത്? രവീൻ പാറശാല എന്നാണ് അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നു? എന്താണ് പഠിക്കുകയാണ്? ഏത് ക്ലാസ്സിലാ? 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പൊ എന്താണ് രവീൻ എന്താവണം എന്നാണ് ആഗ്രഹം? എന്താവാൻ ആഗ്രഹം? തീരുമാനിച്ചു. അയ്യോ, ഇനിയിപ്പോ എപ്പോ തീരുമാനിക്കാനാ ഇതൊക്കെ? ഒന്നുമില്ലെങ്കിൽ ഒരു യൂട്യൂബർ ആവണമെന്നെങ്കിലും ഒന്ന് മനസ്സിൽ ആഗ്രഹിക്കാം കേട്ടോ. യൂട്യൂബ് അതാണ്. സാരില്ല രവി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ സമയമുണ്ട്, 12ാം ക്ലാസ്സിലേക്ക് ആകുമ്പോഴത്തേക്ക് ആലോചിച്ച് റെഡി ആക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ രവീൻ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞേട്ടെ. 62. ശരി. അപ്പൊ 62ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. രവീൻ നോക്കിക്കോളൂ. അയ്യോ രവീൻ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല രവീൻ, ഡോണ്ട് വറി. നിരാശയായോ? പിന്നെ നിരാശ എന്നല്ല, ഞാൻ കട്ട് ചെയ്തിട്ട് പോയിന്ന്, പിന്നെ അല്ല. ശരി, ഓക്കെ രവീൻ, ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡ്രാമയും ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ്. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 9ാം ക്ലാസ് തൊട്ടൊന്ന് ചിന്തിച്ച് തുടങ്ങുന്നതിൽ തെറ്റില്ല, നമുക്ക് എന്താവണം എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു 12 ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഫേമായിട്ടൊരു ഐഡിയ വേണം. പിന്നെ ഈ പറയുന്ന എനിക്ക് പോലും ഇപ്പം അടുത്ത് ഞാനിപ്പോൾ ഉള്ള ജോലി എൻ്റെ രാജിവെക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഭയങ്കരമായ ക്ലാരിറ്റി ഒന്നും എനിക്കില്ല, രാജിവെക്കുവാണെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊക്കെ ഒരു പ്ലാനിങ് ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും അടുത്ത തലമുറ അങ്ങനെയല്ല, നല്ലോണം പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ രവീൻ ഒരു 2 വർഷം കൊണ്ട് കിടിലം ഒരു പ്ലാൻ മനസ്സിൽ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അറിയാലോ, എല്ലാവരും വിളിക്കേണ്ട. ഇപ്പോൾ 2 നമ്പേഴ്സ് നമുക്ക് പോയിട്ടുണ്ട്. ഒന്ന് 62ഉം പിന്നൊന്ന് 16ഉം. ഈ 2 നമ്പേഴ്സ് പോയിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ റോയിലും ഏറ്റവും താഴത്തെ റോയിലുമാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി വിളിക്കുക, ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് പറയാം. വാട്സാപ്പിലൊക്കെ നമുക്ക് തുരുതുരാന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ 12:45 കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആർക്കടെ. ഇപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ഒരു നമ്പർ അയക്കുകയാണെങ്കിൽ, ഇതിലെ ഒരു നമ്പർ അയക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അയച്ചതിന് ശേഷം ഇത് വരുന്ന കോൾസിൽ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോളിൽ വരുന്നവർക്ക് നമ്മൾ ആദ്യം സ്വർണ്ണം കൊടുക്കും. അപ്പം വാട്സാപ്പിൽ അയക്കുന്നവർ പിന്നെ വീണ്ടും അയക്കുക. ഓക്കെ, ആ നമ്പർ പോയി, എന്നാൽ അടുത്ത് നോക്കാം എന്നും പറഞ്ഞിട്ട് നമ്പർ മാറ്റി അയച്ചുകൊണ്ടിരിക്കുക. അതേ നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇവർ 35 സ്വർണ്ണം വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്നെന്നല്ല, അടുത്ത 3 ആഴ്ച നമ്മൾ ചിലപ്പോൾ 35 വെക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പം പുറത്തൊക്കെ നല്ല ചൂടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സന്തോഷമൊക്കെയാണ് ഇങ്ങനെ കുടുംബമായിട്ട് ഇരുന്ന് TV ഒക്കെ കണ്ട്. കാരണം പുറത്തേക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ലഞ്ചിന് പോകണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ കാര്യം, ഉരുകി തീരും എന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ നനഞ്ഞു തീരും. ഒന്നെങ്കിൽ ചൂട്, ഇല്ലെങ്കിൽ മഴ. എന്തൊരു കാലാവസ്ഥയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങൾ ഇങ്ങനെ ഇരുന്ന് സ്വർണ്ണവർഷമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട നമ്പറിലും കുറച്ച് സ്വർണ്ണമൊക്കെ വീട്ടിലെത്തിക്കുക. എന്താ അല്ലേ, ജസ്റ്റ് വീട്ടിലിരുന്ന് ഫോൺ ചെയ്യുക, സ്വർണം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നു. ഇതിനപ്പുറം ഹോം ഡെലിവറി, സ്വർണം ഫ്രീ ഹോം ഡെലിവറി, അത് വേറെ എങ്ങും കിട്ടില്ല. ഒള്ളി ഓൺ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം അല്ലേ. ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്, മഴയാണ്, ചൂടാണ്, ഇതെല്ലാം ഉണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ മോനോടൊക്കെ പറഞ്ഞു വിടും, പാർക്കിലൊക്കെ കളിക്കുമ്പോൾ തെന്നി വീഴരുത്, തലേന്നും പോയി എങ്ങും മുട്ടരുതെന്നൊക്കെ പറഞ്ഞു വിടും. എത്ര പറഞ്ഞാലും ഇവർ കളിക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളലും വലിക്കലും ഒക്കെ തന്നെയായിരിക്കും. എന്നാലും പറയാനുള്ളത് നമ്മുടെ ചുമതലയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുക. ധാരാളം വെള്ളം കുടിക്കുക,
ഓക്കെ. ഒരു 2 ലിറ്റർ മിനിമം കുടിക്കുക. പണ്ട് ഞാനൊരു 6 ലിറ്റർ കുടിക്കുക. ഇഷ്ടം പോലെ വെള്ളം കുടിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 6-7 ലിറ്ററൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ കിഡ്നിക്ക് കേടാണ് അത്രയും വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഏറ്റവും മിനിമം 2 ലിറ്ററും മാക്സിമം 4 മുതൽ 5 ലിറ്റർ അതിൻ്റെ അപ്പുറത്തേക്ക് കുടിക്കരുത്. പിന്നെ 1 മണിക്കൂറിൽ നമ്മുടെ കിഡ്നിക്ക് ഏകദേശം 1 ലിറ്ററിന് അപ്പുറത്തേക്ക് വെള്ളം പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് വേണം. അപ്പോൾ എന്ത് അധികമായാലും അമൃതം വിഷം എന്ന് പറയില്ല, അധികമായാലും അമൃതം വിഷം എന്ന് പറയില്ല. അതുപോലെ ഇവിടെ അമൃതം എന്ന് പറയുന്നത് വെള്ളമാണെങ്കിൽ പോലും ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു നിയന്ത്രണത്തിലൊക്കെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിയന്ത്രണത്തിലേക്ക് കുടിക്കുക, അതാണ്. ഓക്കെ. കഴിയുന്നതും രാവിലെ എണീറ്റ് ചെറിയ നല്ല നല്ല ശീലങ്ങളുണ്ട്. രാവിലെ എണീറ്റ് ആദ്യം ഇത്തിരി ചൂടുവെള്ളം കുടിക്കുക. അതൊരു 2 വായാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിലും നമ്മുടെ ഹെൽത്തിലും ഒക്കെ അത് ബാധിക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് കാണാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. എന്തായാലും നമ്മൾ ഓരോ ദിവസവും നമ്മളിടുന്ന ഡ്രസ്സ് നമ്മുടെ കോൺഫിഡൻസിനെ നന്നായിട്ട് ബാധിക്കും അല്ലേ. അപ്പം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട ഒരു ചുരിദാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചുരിദാറാണ്. അയ്യോ ഞാൻ തിരിച്ചാട്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോള്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കമ്മലും മാലയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പോത്തീസിൻ്റെ കമ്മലാണ്, പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒരു കോൾ എടുത്തിട്ട് നമുക്ക് വന്നിട്ട്, കാരണം ഇത് കുറച്ച് കൂടുതൽ എനിക്ക് പറയാനുണ്ട്, അത്ര ഇഷ്ടപ്പെട്ടതാണ്. നമ്മുടെ കോൾ എടുത്ത് നമുക്ക് വരാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അമീന. അമീന, എവിടെന്നാ വിളിക്കണേ അമീന? ഞാൻ കരുനാഗപ്പള്ളിന്ന് അമീന. എന്തൊക്കെയാണ് അമീന ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ചോറിന്റെ കൂടെ എന്താണ് കറിയൊക്കെ? ഇന്ന് ചോറിന്റെ കൂടെ മീൻകറി, പിന്നെ പുളിശ്ശേരി, തോരൻ. പുളിശ്ശേരി, മീൻകറി, തോരൻ. ഈ പുളിശ്ശേരിയുടെ കൂടെ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല കോഴി വറുത്തതും കൂടെ കഴിച്ചാൽ അടിപൊളിയാണ് അല്ലേ? അതെ, കരുനാഗപ്പള്ളി എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് അത്ര ദൂരമൊന്നും അല്ല, ഞങ്ങളൊക്കെ ഒന്ന് വിളിക്കാം. അതാണ്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. സ്വർണ്ണം അടിക്കുകയാണെങ്കിൽ ഇന്ന് കോഴിയും കൂടെ വാങ്ങിക്കണം കേട്ടോ. ശരി, പറഞ്ഞോളൂ. നമ്പർ 48. 48ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണ ഇല്ല ആമിന. അയ്യോ, നിരാശയായോ? അതോ ഇങ്ങനെയാണോ പൊതുവെ സംസാരിക്കാറ്? കുഴപ്പമില്ല, വീണ്ടും ട്രൈ ആട്ടോ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ ഉണ്ടോ? ഓക്കെ, ഡൺ. ഓക്കെ, ശരി ആമിന. അപ്പം നന്നായിട്ട് ഊണൊക്കെ കഴിച്ച് മീൻകറിയൊക്കെ ഇങ്ങനെ തൊട്ട് വായിൽ വെക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ഓർക്കുക കേട്ടോ. ശരി, ഓക്കെ ആമിന, താങ്ക് യു സോ മച്ച്, ബൈ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കമലിൻ്റെയും മാലയും കുറിച്ചാണ്. പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളക്ഷനാണ് ഇത്. പോത്തീസിൻ്റെ വിക്ടോറിയ കളക്ഷൻ എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ നിന്നാണ്. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ സ്റ്റോൺസ് ആണ്. ആ ഗോൾഡ് ആണെങ്കിൽ ഒരു മഞ്ഞ, ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ഒരു മഞ്ഞല്ല, ഒരു ഇത്തിരി ആൻറ്റീക്ക് വിക്ടോറിയ കൈൻഡ് ഓഫ്. വിക്ടോറിയ കളക്ഷൻ എന്ന് പറയുമ്പോൾ വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടത്തിലുള്ള ഒരു ടൈപ്പിനെ ആയിരിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തിരി ആൻറ്റീക്ക് ലുക്ക് ഉള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെയുള്ള കമ്മലുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. കാരണം അത് ഒട്ടും അങ്ങനെ എന്താ പറയുക എടുത്ത് നിൽക്കുന്നതല്ല, എന്നാൽ അതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങ് ചേർന്ന് പോകും. പിന്നെ
ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഈ ബ്രേസ്ലെറ്റും വിക്ടോറിയ കളക്ഷൻ്റെ ബ്രേസ്ലെറ്റാണ്. നല്ലൊരു സ്റ്റോണും ഡയമണ്ട്സും ആണ്. ഓക്കെ, പ്ലസ് നല്ലൊരു റിങ്ങും ഉണ്ട്. ഈ റിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വരിയാണ്. ഒന്ന് ഡയമണ്ടിൻ്റെയും ഒന്ന് ഗ്രീൻ സ്റ്റോൺസിൻ്റെയുമാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു എലഗൻറ്റ് കളക്ഷൻ. ഓക്കെ, ശരി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോത്തി സ്വർണ്ണമഹലിൽ കിട്ടും. നിങ്ങൾക്ക് പോത്തി സ്വർണ്ണമഹലിലേക്ക് പോവുകയാണെങ്കിൽ ചിങ്ങമാസത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുറഞ്ഞ് നിൽക്കുന്ന സമയം നിങ്ങൾക്ക് ഗോൾഡിൻ്റെ റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു പവന് 1000 രൂപ വെച്ച് ബ്ലോക്ക് ചെയ്യുക. ചിങ്ങമാസത്തിൽ ഇപ്പോൾ വില കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന റേറ്റിലോ അഥവാ റേറ്റ് കുറയുകയാണെങ്കിൽ സന്തോഷിക്കാം. കാരണം ആ റേറ്റ് കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് അന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഓഫർ മിസ്സാക്കരുത്. പോത്തി സ്വർണ്ണമഹലിൽ മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കേ. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹെലൻ. എവിടുന്നാ വിളിക്കണേ? ഹെലൻ. കോളിയൂർ, തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് കോളിയൂർ. ശരി ശരി ശരി, വെള്ളാണി. ഓക്കെ, ശരി ശരി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് പറയൂ. ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. ഓക്കെ. മക്കളൊക്കെ എന്ത് ചെയ്യാണിപ്പോ? അവരിപ്പം PSC ഒക്കെ എഴുതി വാട്ടർ അതോറിറ്റിയിലെ അപ്രന്റീസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേരും ട്വിൻസ് ആണ്. ഇപ്പോഴിനി അത് കഴിഞ്ഞു, 1 വർഷത്തെ കോഴ്സ്. ഓക്കെ, വീട്ടിലങ്ങനെ ഒക്കെ എഴുതി കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയി അങ്ങനെ ഇരിക്കുന്നു. ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞോളൂ. നമുക്ക് ഭാഗ്യമുണ്ടോ നോക്കാം. പറഞ്ഞോളൂ. 30 പറഞ്ഞിരിക്കുന്ന നമ്പർ. നോക്കട്ടെ 30ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. നോക്കിക്കോ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ ചേച്ചി. സാരില്ല. അതന്നെ, പിന്നെ വിളിക്കൂ കേട്ടോ. വീണ്ടും അടുത്ത പ്രാവശ്യം വിളിക്കണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം 30ന്റെ ഉള്ളിലും സ്വർണം ഉണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ശരി, ഓക്കെ. അപ്പം നമുക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ലൈനിന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ഭാഗ്യം അതൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഇത്രയും ഭാഗ്യമായി. അപ്പോൾ എന്തായാലും നമ്മളെ നേരത്തെ വിളിച്ച് ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് ട്വിൻസ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം പലരും പറയാറുണ്ട് ട്വിൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർ ട്വിൻസ് ആഗ്രഹിക്കാറുണ്ട്. ഇതൊക്കെ വലിയ ഐശ്വര്യമാണ്. കാരണം 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വരാമെന്ന് ഇരട്ടി സന്തോഷം ഒരേ സമയം ഒറ്റയടിക്ക് വരികയാണ് അല്ലേ. അത് മാത്രമല്ല അമ്മമാർക്കും സുഖമാണ്. കാരണം അവർ 2 പേരും ഒരേപോലെ അങ്ങ് വളർന്നു പോയിക്കോളും. ഇപ്പം എൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആളെന്ന് ഇത്തിരി വളർന്നതിന് ശേഷമാണ് രണ്ടാമത്തെ ആൾ വരുന്നത്. പിന്നെ ആദ്യം മുതൽ ഡയപ്പർ അത് ഇതെന്ന് പറഞ്ഞ് തുടങ്ങണം. അതിനെക്കാട്ടിലും വളരെ നല്ലതാണ് ട്വിൻസ് ആകുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഒരുമിച്ച് അങ്ങ് വളർന്നോളൂ. ശരി, അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എൻ്റെ പേര് വിഷ്ണു. എവിടുന്നാ വിളിക്കണേ വിഷ്ണു? കരുനാഗപ്പള്ളി. ശരി, ഓക്കെ. എന്താ ചെയ്യണേ വിഷ്ണു? ഞാൻ ഋത്തുണ്ടേ കമ്പനി വർക്ക് ചെയ്യുക. സ്റ്റാർട്ടഡ്. എന്തത്? കണ്ണൻ ദേവന്റെ കമ്പനി വർക്ക് ചെയ്യുക. കണ്ണൻ ദേവൻ ചായ് അല്ലേ? ഓക്കെ, ശരി. നമ്മളൊക്കെ വളരുന്ന സമയത്ത് കണ്ണൻ ദേവന്റെ പരസ്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരി, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 45 അല്ലേ? ശരി. സ്വർണം ഉണ്ടാവുമോ 45-ൽ? തുറന്നു നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ, 45-നുള്ളിൽ സ്വർണ്ണം ഇല്ല. അതാണ്, സാരില്ല. പിന്നീട് വിളിക്കൂ കേട്ടോ. അടുത്ത പ്രാവശ്യം വിളിക്കൂ. താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോൾ ഇത് എവിടെയാണ് ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് വെച്ചേക്കണേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ശരി, നമ്മുടെ അടുത്ത കോളർ റെഡിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കോളർ റെഡി ആവണതേ ഉള്ളൂ. നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമുക്കിന്ന് 1 2 3 4 5 പേരാണ് നമ്പർ പറഞ്ഞിട്ടുള്ളത്. ആ 5 നമ്പേഴ്സിലും ഉണ്ടായിരുന്നില്ല. 16, 30, 45, 48, 62 ഇത്രയും നമ്പേഴ്സ് പോയിട്ടുണ്ട്. അപ്പം ഈ നമ്പറിനകത്തൊന്നും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ആരും 30കളിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. 31 തൊട്ട് 40 വരെയുള്ള റോ ആരും തൊട്ടിട്ടില്ല. പറയാൻ പറ്റില്ല, ചിലപ്പം ഇന്നത്തെ സ്വർണ്ണം എല്ലാം നമ്മൾ ചിലപ്പം അതിലിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ 50കളും ആരും പറഞ്ഞിട്ടില്ല. 51 തൊട്ട് 60ഉം ആരും പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്നും കാണില്ല. ഞാൻ ഓർമ്മിപ്പിക്കണമെന്നേ ഉള്ളൂ. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. കോള് കട്ടായിട്ടുണ്ട്. ശരി, വാട്സാപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. മറക്കുന്നില്ല എന്നറിയാം, നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് വരുന്നുണ്ട്. എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഇപ്പം പെട്ടെന്ന് ACV ഇട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേക്കാം. 8086011443 ഈ നമ്പറിലാണ് വാട്സാപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ നമ്പറിൽ വാട്സാപ്പ് നിങ്ങൾക്ക് 12:45 വരെ മാത്രമേ ചെയ്യാൻ പറ്റൂ.
അത് കഴിഞ്ഞും നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം, പക്ഷെ നമ്മൾ തുറക്കില്ല. അതുകൊണ്ട് അയക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സമയപരിധി ഉണ്ടല്ലോ. അപ്പം 12:45 വരെയുള്ള മെസ്സേജസ് നമുക്കൊന്ന് നോക്കാൻ ഒരു 15 മിനിറ്റ് വേണം. അങ്ങനെ 1 മണിയോട് അടുത്താകുമ്പോഴാണ് നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യാറ്. അപ്പം എല്ലാവരും 12:45 വരെ മെസ്സേജ് അയക്കുക. അയക്കുന്ന സമയം നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഏത് നമ്പറാണോ ഇത് 3 കൂടെ വെച്ചിട്ട് തന്നെ അയക്കുക. ഓക്കെ, മറക്കരുത് കേട്ടോ. ശരി, അപ്പം ഒരുപാട് നല്ല നല്ല സിനിമകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ടൈമാണ്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ഇംഗ്ലീഷ് സിനിമ പോയി കണ്ടു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ എൻ്റെ മൂത്ത ആളെയും കൊണ്ട് പോയാൽ കണ്ടത്. ഇതിൻ്റെ പേരാണ് F1 ദ മൂവി. ഓഫീസിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് പോയി കണ്ടതാണ്. ഞാൻ എൻ്റെ മോനെ കൂടെ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഡ് പിറ്റിൻ്റെ സിനിമയാണ്, അടിപൊളി സിനിമയാണ്. പക്ഷേ ഇതിന് ഏറ്റവും രസം എന്തായിരുന്നു അറിയോ, ഞങ്ങൾ പോയ തിയേറ്ററിൽ ഇതൊരു കാർ റേസിംഗ് മൂവിയാണ്. ഫോർമുല 1 കാർ റേസ് അറിയില്ലേ, അപ്പോൾ അതിൻ്റെ മൂവിയാണ്. അപ്പോൾ ഈ കാറ് റേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിരിക്കുന്ന സീറ്റൊക്കെ ഇങ്ങനെ വരും. നമ്മൾ ആ എൻജിൻ ആ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. എന്നിട്ട് കാറ് തിരിയുമ്പം സീറ്റ് അതിൻ്റെ കൂടെ തിരിയുന്നു, കാറ് പോയി ഇടിക്കുമ്പം തിയേറ്ററിനുള്ളിൽ മുഴുവൻ പുക വരുന്നു. പിന്നെ മഴയത്ത് ഇവർ റേസിങ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഈ വെള്ളം ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ നനയ്ക്കുന്ന പോലെയല്ല, ചെറിയൊരു ഡ്രിസിൽ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കരമായൊരു എഫക്റ്റാണ് ഈ ആ സിനിമ കാണാൻ പോയത്. ഞങ്ങൾ ഐമാക്സ് അല്ല 4D ഐമാക്സിലാണ് പോയി കണ്ടത്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട്, എൻ്റെ മോനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഉള്ള സിനിമ ഇതിൽ മാത്രമല്ല പല സിനിമകൾക്കും ഇങ്ങനൊരു എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഈ സിനിമ പറ്റുമെങ്കിൽ പോയി കാണുക, ഐമാക്സിൽ തന്നെ പോയി കാണുക. 350 രൂപയാണ് ടിക്കറ്റിന്, ഇത്തിരി കൂടുതലാണ് എനിക്കറിയാം. പക്ഷേ ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് പോകാം അല്ലേ. അപ്പോൾ പോയിരുന്ന് കാണുക. ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും എൻ്റെ മോനും ഉറങ്ങിപ്പോയി. അത് വേറൊന്നുമല്ല, ഈ ആട്ടം നല്ലൊരു തൊട്ടിൽ പോലെ തോന്നി. കുറച്ച് ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. ശരിക്കും നല്ല രസമാണ്. നമ്മൾ ആ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ അവരിങ്ങോട്ട് പോകുന്ന ലാസ്റ്റ് ആണെങ്കിൽ ഒരു നല്ല നീളമുള്ള റേസാണ്. അപ്പോൾ ബ്രാഡ് പിറ്റ് ഇങ്ങനെ കാര്യമായിട്ട് റേസ് ചെയ്ത് വരുവാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ആട്ടം നല്ല സുഖം. ഞാനും ഉറങ്ങി, മോനും ഉറങ്ങി. അപ്പോൾ ഇതൊരു ഭയങ്കര രസമാണ്. ആ ഒരു ഫീല് ഭയങ്കര നല്ലൊരു ഫീലാണ്. ഐമാക്സിൽ പോയി ഒന്ന് കാണാം, വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റും. എപ്പോഴും നമുക്ക് 350 രൂപയൊന്നും മുടക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പോയി കാണാം. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു സിനിമ കാണാനുള്ള സമയമില്ലെങ്കിലും ഒരു വെള്ളം കുടിച്ചിട്ട് വരാനുള്ള സമയം എന്തായാലും ഉണ്ട്. ചായ എടുത്തുകൊണ്ട് വരാനുള്ള സമയമുണ്ട്. ഒരു ചെറിയ ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വാഗതം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഇന്ന് നമ്മളെ വിളിച്ച കോളേഴ്സിന് ആർക്കും തന്നെ സ്വർണം കിട്ടാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ വിളിച്ച ആർക്കും സ്വർണം കിട്ടാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് വാട്സാപ്പിൽ ധാരാളം മെസ്സേജസ് അയക്കുന്നുണ്ട്. നമ്മുടെ കോൾ വരുന്നത് വെയിറ്റ് ചെയ്യുന്ന സമയം നമുക്ക് വാട്സാപ്പിലെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ധാരാളം മെസ്സേജസ് വരുന്നുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് സദാശിവൻ പിള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. 39 പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. സദാശിവൻ പിള്ള ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ, സദാശിവൻ പിള്ളയുടെ ചങ്കിടിപ്പ് നമുക്ക് ഇവിടം വരെ കേൾക്കാം. ഓക്കെ, 39 പറഞ്ഞിരിക്കുന്ന നമ്പർ. 39 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, സദാശിവൻ പിള്ള ചേട്ടാ, സ്വർണ്ണം ഇല്ലായിരുന്നു 39 കേട്ടോ. സാരില്ല. ഇനി അടുത്തൊരു വാട്സാപ്പ് നമുക്ക് തുറന്നു നോക്കാം. ഇത് വന്നിരിക്കുന്നത് ആദിൽ കൃഷ്ണയാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്നും ആദിൽ കൃഷ്ണയാണ്. ആദിൽ കൃഷ്ണ 46 പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ ആദിൽ കൃഷ്ണ? 46. ഓക്കെ, 40, 46. ആദിൽ കൃഷ്ണ നോക്കിക്കോളൂ. തുറക്കാൻ പോവാണ്. അയ്യോ ആദിൽ കൃഷ്ണ, സ്വർണ്ണം ഇല്ല ഇതിലും. എന്തല്ലേ? എന്നാൽ ശരി, ഞാൻ അടുത്ത നമ്പർ അയക്കാമെന്ന് പറഞ്ഞിട്ട് ആദിലിപ്പോൾ വീണ്ടും എടുത്ത് അയക്കുമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനിയുള്ളത് ജെസ്സി പീറ്റർ. ഓക്കെ,
ജെസ്സി പീറ്റർ വല്ലാർപാടത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 46 നമ്മൾ ഇപ്പോൾ തുറന്നതേ ഉള്ളൂ. ആദിൽ കൃഷ്ണ പറഞ്ഞതും 46 അപ്പം ജെസ്സി പീറ്റർ പറഞ്ഞതും 46 അപ്പം 46 സ്വർണ്ണം ഇല്ലയെന്ന് രണ്ടാൾക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ വേറൊരു നമ്പർ മെസ്സേജ് അയക്കും കേട്ടോ. പിന്നെ അടുത്തത് ലേഖ ജയരാജാണ് അടുത്ത ആൾ. 32 പറഞ്ഞിരിക്കുന്നത്. ലേഖ ജയരാജ് പാലക്കാട് നിന്നാണ് വിളിച്ചിരിക്കുന്നത്. 32 ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലേഖ ജയരാജ് നോക്കിക്കോളൂ. 32 ഞാൻ തുറക്കാൻ പോകുന്നു. അയ്യോ ലേഖ, 32ലും സ്വർണ്ണം ഇല്ല കേട്ടോ. അങ്ങനെ നമുക്ക് വാട്സാപ്പിൽ തുരുതുരാന്ന് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് കൊച്ചിയിൽ നിന്നും ശ്യാമളയാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. 59 പറഞ്ഞിരിക്കുന്നത്. ശ്യാമള 59ൽ സ്വർണ്ണമുണ്ടോ ശ്യാമള? നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്നുമാണ് കേട്ടോ. നിരാശപ്പെടേണ്ട ഇല്ലെങ്കിലും ഇതെല്ലാം നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം. അയ്യോ ശ്യാമള, സ്വർണ്ണം ഇല്ല. കൊച്ചിയിൽ നിന്നും ശ്യാമളയും നിരാശപ്പെടുത്തേണ്ടി വന്നു. 59ൽ നമുക്ക് സ്വർണ്ണം ഇല്ല കേട്ടോ. അടുത്തത് കൊച്ചിയിൽ നിന്നും തന്നെ കൊച്ചിക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. കൊച്ചിയിൽ നിന്ന് ഗോപികയാണ്. ഗോപിക പറഞ്ഞിരിക്കുന്നത് 26 കേട്ടോ. അപ്പോൾ ഗോപിക 26ൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗോപിക നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് നോക്കണം. കൺഗ്രാറ്റുലേഷൻസ് ഗോപിക. അയ്യോ ഗോപിക, എന്താ ഭാഗ്യമെങ്കിൽ ഇന്ന് വിളിച്ചുകൂടായിരുന്നോ? വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? നമുക്ക് കുറേ കോളേജിന് കിട്ടുന്നില്ല. അപ്പോൾ 26ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഗോപിക കൺഗ്രാറ്റുലേഷൻസ്. വീട്ടിലിരുന്ന് വാട്സാപ്പ് ചെയ്ത് സ്വർണ്ണം വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന വേറെ ഏത് പരിപാടി ഉണ്ട് ലോകത്ത്? അപ്പോൾ ഗോപിക കൺഗ്രാറ്റുലേഷൻസ്, അടിച്ചു പൊളിക്കൂ. ഓക്കെ, അടുത്ത വാട്സാപ്പ് നമുക്ക് നോക്കാം. മലപ്പുറത്ത് നിന്നും അനഘ. ഓക്കെ, പറഞ്ഞ നമ്പർ 59. അയ്യോ 59 ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഓൾറെഡി 59 പറഞ്ഞാണ്. 59ൽ സ്വർണ്ണം ഇല്ല അനഘ കുട്ടി. ഒന്നുകൂടെ അനഘ കുട്ടിയെ കാണിക്കാൻ വേണ്ടി ഒന്ന് തുറന്ന് നോക്കാം. നോക്കിക്കോ, കണ്ടോ? പക്ഷേ ഇത് 59ന് സ്വർണ്ണവും ഇല്ല അനുസരണയും ഇല്ല. ഈ സാധനം അടയേ ഇല്ല 59. എപ്പോഴും എല്ലാ എപ്പിസോഡിലും ഇങ്ങനെ തന്നെയാണ്. നോക്കിക്കോ, 59നുള്ളിൽ സ്വർണ്ണം ഇല്ല. ഓക്കെ അനഘ, ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം, വയ്ക്കാൻ പറ്റുമെന്ന്. ശരി, കയറുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം കേട്ടോ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സാജു. താജു, എവിടുന്നാ വിളിക്കണേ താജു? തിരുവനന്തപുരം വർക്കല. തിരുവനന്തപുരം വർക്കലയിൽ നിന്നാണ്. സാജു ആണ് വിളിക്കുന്നത് അല്ലേ? സാജു, ശരി. ഓക്കെ, എങ്ങനെയാണ് വർക്കല ക്ലിഫിലൊക്കെ പോവാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അടിപൊളി സ്ഥലമാണ് അല്ലേ? ഒരു വൈബാണ് അവിടെ ചെല്ലുമ്പോ അല്ലേ? ആ അതാണ്. ഓക്കെ, സാജു എന്താ ചെയ്യണേ? ഞാനിപ്പോ ബസ്സിൽ ക്ലിയർ പോയിക്കൊണ്ടിരിക്കും. അത് ശരി. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 13. എന്താണ് 13 ഭാഗ്യമുള്ള നമ്പർ ആണോ സാജു? അല്ല, ഒരു നമ്പർ പറഞ്ഞു. ഓക്കെ, ശരി. 13 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ സാജു. ഓ സോറി സാജു, ഇന്ന് 13ൽ ഭാഗ്യമില്ല കേട്ടോ. സാരില്ല സാജു, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് വർക്കലയിൽ നിന്നും സാജു ആണ്. സാജു 13 പറഞ്ഞത്. എനിക്കൊന്നും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 13 എന്ന് പറഞ്ഞാൽ ഇത്തിരി ഭാഗ്യമില്ല. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാവർക്കും എല്ലാ നമ്പറും ഒരുപോലെ തന്നെയാണ്. അടുത്ത കോൾ ആരാണ് നോക്കാം. ഹലോ ഹലോ, ആ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷറഫാസ്. എവിടുന്നാ വിളിക്കണേ? പാലക്കാട് നിന്നാണ് വിളിക്കണേ. എന്താ ചെയ്യണേ ഷറഫാസ്? എന്താണ് വർക്ക് ചെയ്യുവാണ് അല്ലേ? ശരി. അപ്പൊ ഞായറാഴ്ച അവധിയാണ്. നന്നായി. ഓക്കെ, ശനിയാഴ്ച വർക്കിംഗ് ആണോ? ഓ കഷ്ടം. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഷറഫാസ്. നമ്പർ 45. 45. ടി വി കാണണില്ല. 45 പോയ നമ്പറാണ്. 45 പോയ നമ്പറാണ്. 45ൽ സ്വർണ്ണവും ഇല്ലായിരുന്നു. അതുകൊണ്ട് വിഷമിക്കണ്ട. വേറൊരു നമ്പർ പറയൂ. ടി വിയിൽ നോക്കിയിട്ട് പോവാത്ത നമ്പർ നോക്കി പറയൂ. 20. ഓ നല്ല ചുമ. 20 അല്ലേ? ശരി, 20 ഞാൻ തുറന്ന് നോക്കാം. നോക്കിക്കോളൂ. നോക്കിക്കോ. സോറി ഷറഫാസ്, 20ലെ സ്വർണ്ണം ഇല്ല. സാരല്ല, വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഷറഫാസ്. നമ്മളെ വിളിച്ചത് ഷറഫാസ് ആണ്. അടുത്ത നമുക്കൊരു വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഒരു എൻട്രി നമുക്ക് നോക്കാം.
ലാവണ്യാണ്. പറഞ്ഞിരിക്കുന്ന നമ്പർ 62, പോയ നമ്പറാണ് 62 കേട്ടോ. 62 സ്വർണ്ണം ഇല്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള ലാവണ്യ, നിരാശപ്പെടേണ്ട എന്ന് വെച്ചാൽ നിരാശപ്പെട്ടുള്ളൂ. ഇപ്പം പറ്റില്ല, ഇപ്പം സ്വർണ്ണം ഇല്ലാത്തത് കൊണ്ട് നിരാശപ്പെട്ടല്ലേ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് നിരാശപ്പെടേണ്ട, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് കനകമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കനകം പറഞ്ഞ നമ്പർ 33 ആണ്. 33-ൽ സ്വർണ്ണമുണ്ടോ എന്ന് നോക്കാം. കനകം നോക്കിക്കോളൂ, തുറക്കാൻ പോവാണ്. അയ്യോ കനകം, 33-ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ലല്ലോ കേട്ടോ. സാരില്ല കനകം, വിഷമിക്കണ്ട. ഓക്കെ, നമുക്കിന്ന് ഗോപികയ്ക്ക് മാത്രമേ ഇതുവരെ നമുക്ക് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ വാട്സാപ്പും കോൾസും ഒരേ ടൈമിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നമ്മുടെ പ്രൊഡ്യൂസറിന് ചെമ്പരത്തി വെക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കടങ്ങുകയാണ്. ഒരു സൈഡിൽ കൂടെ കോൾ എടുക്കണം, ഒരു സൈഡിൽ കൂടെ വാട്സാപ്പ് നോക്കുന്നു. ശരി, അടുത്തത് ലക്ഷ്മി കോട്ടയത്ത് നിന്ന് 27 നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്സാപ്പിലാണ് കേട്ടോ. 27 നമുക്കൊന്ന് തുറന്ന് നോക്കാം. ലക്ഷ്മി കുട്ടിയാണോ, ലക്ഷ്മി ആൻറ്റി ആണോ, ലക്ഷ്മി അമ്മയാണോ അറിയില്ല. എന്തായാലും 27 സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അയ്യോ സ്വർണ്ണം ഇല്ല കേട്ടോ. സാരില്ല ലക്ഷ്മി, വീണ്ടും മെസ്സേജസ് അയയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാട്സാപ്പ് അല്ലെങ്കിൽ കോള് ഇപ്പോൾ ഉണ്ടാവും. ജിബിനാണ് 38 പറഞ്ഞിരിക്കുന്നത്. ജിബിൻ. ഓക്കെ, ജിബിൻ 38. ഓക്കെ, 38 അവിടെ ഇരിക്കുന്നു. സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജിബിനെ നോക്കിക്കോളൂ. അയ്യോ ജിബിൻ സ്വർണ്ണം ഇല്ല. 38-ൻ്റെ ഉള്ളിലും സ്വർണ്ണമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ധാരാളം ബോക്സസ് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള രാധികയാണ് അടുത്തത്. പാറശാലയിൽ നിന്നും രാധിക പറഞ്ഞിരിക്കുന്ന നമ്പർ 55 ആണ്. 55-ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഇപ്പം മിക്കവാറും നമ്മൾ മൊത്തം അടച്ചു തീരും കേട്ടോ. അടുത്ത് 55 തുറക്കാൻ പോവാ. അയ്യോ രാധിക സോറി, സ്വർണ്ണം ഇല്ല കേട്ടോ രാധിക. സാരില്ല രാധിക, 55-ൻ്റെ ഉള്ളിലും സ്വർണ്ണമില്ല. പാറശാലയിൽ നിന്നുമാണ് രാധിക മെസ്സേജ് അയച്ചത്. ഇപ്പം ഈ മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് അറിയുന്നവർക്ക് വീണ്ടും മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കാം. പക്ഷെ നമ്മളാ വരുന്ന ഓർഡറിൽ ഇങ്ങനെ അങ്ങ് വായിച്ച് പോവാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കോൾസും വരും. ഗിരിജയാണ് പേരൂർക്കടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗിരിജ ഫ്രം പേരൂർക്കട 64 പറഞ്ഞിരിക്കുന്നത്. ഗിരിജ ഫ്രം പേരൂർക്കട 64 നോക്കാം നമുക്ക് കേട്ടോ. തുറക്കാൻ പോവാണേ. അയ്യോ ഗിരിജ, പേരൂർക്കടയിൽ നിന്നും ഗിരിജ 64-നുള്ളിൽ സ്വർണ്ണം ഇല്ലാണ്ടായി പോയല്ലോ. സാരില്ല, വീണ്ടും വിളിക്കണം. വീണ്ടും മെസ്സേജ് അയക്കാം കേട്ടോ. വിളിക്കാൻ പറ്റും, ഫോൺ വിളിച്ചിട്ട് വിളിക്കുകയും ചെയ്യാം. ഓക്കെ, ശരി. അടുത്തത് മേഴ്സി ജോർജ് ആണ്. 65 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വള്ളാർപ്പാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. 65-നുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ. അയ്യോ സോറി എന്നാണ് അതിനുള്ളിൽ എഴുതിയിരിക്കുന്നത്. സ്വർണ്ണം ഇല്ല കേട്ടോ. അപ്പം നമുക്ക് 65-ലും സ്വർണ്ണമില്ല. ഓക്കെ, ഇനി നമുക്ക് ധാരാളം നമ്പേഴ്സ് പോയിട്ടുണ്ട്. ഒരാൾക്കാണ് നമുക്ക് വാട്സാപ്പിലൂടെ സ്വർണം കൊടുക്കാൻ കഴിഞ്ഞത്, ഗോപികയ്ക്കാണ്. ഇനി നമുക്ക് വാട്സാപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്പർ പറഞ്ഞ ഒരു വിന്നറും കൂടിയുണ്ട്. അതാരാണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ ചോറ്റാനിക്കരയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, കൃഷ്ണകുമാർ പറഞ്ഞ നമ്പർ 42. അതിനുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. 42 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോ. ഓ കൺഗ്രാറ്റുലേഷൻസ് കൃഷ്ണകുമാർ, 42 സ്വർണം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് കൃഷ്ണകുമാർ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് 2 പേർക്കാണ് സ്വർണം കിട്ടിയത്. 2ഉം വാട്സാപ്പായിരുന്നു. ഗോപിക അതേപോലെ കൃഷ്ണകുമാർ. ഓക്കെ, എന്തായാലും വിന്നേഴ്സിന് 2 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടിച്ചു പൊളിക്കാൻ നല്ലൊരു ഞായറാഴ്ച ആവട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ പോത്തി സ്വർണ്ണമഹലിൽ ഒരു പവന് 1000 രൂപ മാത്രം നൽകി ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ചിങ്ങമാസത്തിലേക്ക്. ചിങ്ങമാസം വന്ന് നിങ്ങൾക്ക് ഈ റേറ്റിന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ റേറ്റാണ് അന്നെന്നുണ്ടെങ്കിൽ ആ റേറ്റിനും എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ആരും ആ സുവർണ്ണ അവസരം കളയാതിരിക്കുക. എന്തായാലും അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ദീപ രാഹുൽ ഈശ്വർ സൈനിങ് ഓഫ് ഫ്രം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും.
ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. Brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.